നിങ്ങളുടെ കുട്ടി വല്ലാതെ കൂർക്കം വലിക്കാറുണ്ടോ? അതോ വായ തുറന്നു വെച്ചാണോ ഉറങ്ങാറ്? അതേപോലെ അടിക്കടിക്ക് ഇൻഫെക്ഷൻസ് വരാറുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ നിത, പീഡിയാട്രിഷ്യൻ, നിർമ്മല മെഡിക്കൽ സെൻറ്റർ, മൂവാറ്റുപുഴ. പല കുട്ടികളിലും ചിലപ്പോഴും നമ്മുടെ പാരൻസ് വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയും, ഡോക്ടറെ നമ്മുടെ കുഞ്ഞ് വാ തുറന്നു വെച്ചാണ് ഉറങ്ങാറ്, അല്ലെങ്കിൽ കൂർക്കം വലിക്കാറുണ്ടെന്നുണ്ട്. അതേപോലെ ചില കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ്, കോൾഡ്, ചുമ, പനിയായിട്ട് വരും. പിന്നെ മറ്റു കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന അല്ലെങ്കിൽ ചെവിക്കുള്ള ഇൻഫെക്ഷൻസ്. ഇങ്ങനെയുള്ള കുട്ടികളിലാണ് നമ്മൾ പലപ്പോഴും അഡിനോയിഡ്സ് ഹൈപ്പർട്രോഫി എന്ന അസുഖം നമ്മൾ പലപ്പോഴും സംശയിക്കാറ്. അപ്പോൾ ഈ അഡിനോയിഡ്സ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയായിരിക്കും മൂക്കിൽ ദശ വളരുന്നതെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ അഡിനോയിഡ്സ് എന്ന സാധനം അല്ലെങ്കിൽ ഗ്രന്ഥി അത് നമ്മുടെ തൊണ്ടയുടെ പുറകിലായിട്ട്, തൊണ്ടയുടെ മുകൾ വശത്തായിട്ട് മൂക്കിന് പുറകിലായിട്ടാണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള ഗ്രന്ഥിയാണ്. പക്ഷേ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അലർജി വരുമ്പോഴോ ഇടയ്ക്കിടയ്ക്കുള്ള കോൾഡ് വരുമ്പോഴോ ഈ ഗ്രന്ഥി ഇടയ്ക്കൊന്ന് വലുതാവും, അത് വീർക്കും. അപ്പോൾ വീർക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് നമ്മൾ വാ തുറന്നിരിക്കും. അതേപോലെ കൂർക്കം വലിക്കുമ്പോഴും ഇതേപോലെ ഇടയ്ക്ക് ശ്വാസം മുട്ട് വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ അടിക്കടിക്കുള്ള നമുക്ക് കോൾഡ്, ALRA, അതായത് ചുമ, അങ്ങനെ കോൾഡ്, റിക്കറൻറ്റ് ഇൻഫെക്ഷൻ, ഇതൊക്കെ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളിത് ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു കോൾഡ് എന്ന് പറഞ്ഞുള്ള ഇതിലങ്ങ് പോകും. പക്ഷേ ഇത് വെറും ഒരു ചെറിയ കോൾഡ് അല്ല. ഇങ്ങനെ അടിക്കടിക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ENT ഡോക്ടറെയോ കണ്ടിട്ട് അഡിനോയിഡ്സ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ ഈ അഡിനോയിഡ്സ് ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികളുടെ ഈ വാ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മൂക്കടയുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മൂക്കുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഫീലൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സ്ലീപ്പ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അങ്ങനെ സ്ലീപ്പ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ കുട്ടികൾ നാച്ചുറലി ഇറിറ്റേറ്റഡ് ആകും, അല്ലെങ്കിൽ പകൽ കുറച്ച് കൂടുതൽ ഉറക്കം തൂങ്ങുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇത് ചുമ്മാ തള്ളിക്കളയരുത്. ഇങ്ങനെ അടിക്കടിക്ക് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഇത് അഡിനോയിഡ്സ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്.